ട്രേഡിങ്ങിനെ മറ്റൊരു വാചകത്തിൽ നിർവചിക്കാം. ഒരു പ്രോഡക്റ്റിന് ഒരിടത്ത് വാല്യൂ കുറവാണ്, മറ്റൊരിടത്ത് വാല്യൂ കൂടുതലാണ്. ആ വിടവിൽ ഒരു പാലമായി മാറുക. നിങ്ങൾ ഇവിടെ ഒന്നും പുതിയതായി ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ഒരു ബ്രിഡ്ജായി മാറുകയാണ് ചെയ്യുന്നത്. രണ്ട് ലോകങ്ങളുടെയും ഭാഷയും പ്രതീക്ഷയും കൃത്യസമയവും ഒരേ സമയം സംസാരിക്കാൻ നിങ്ങൾക്കാവുന്നുവെങ്കിൽ ഇതിന് ഇക്കോണമിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ ആർബിട്രേജ്. രണ്ട് മാർക്കറ്റുകളിലുള്ള നോളജ് ഗ്യാപ്പിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കുക. ബിസിനസ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഈ ആസൂത്രണം ഒരു പ്രവാസി എന്ന നിലയിൽ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ നേടിയിട്ടുള്ളതാണ്. കേരളത്തിലെ സ്പൈസസ് മാർക്കറ്റ് മാത്രം 2032ഓടെ 4.7 ലക്ഷം കോടിയിലേക്ക് വളരുകയാണ് എന്ന് കണക്കുകൾ പറയുന്നു. ഇതിന്റെ ചെറിയൊരു അംശം മതി നിങ്ങൾക്ക് വിജയകരമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ. കയ്യിലുള്ള പണത്തിന്റെ വലിപ്പമല്ല, നിങ്ങളുടെ ഉള്ളിലെ തീരുമാനത്തിന്റെ വലിപ്പമാണ് ബിസിനസ്. ട്രേഡിംഗിൽ ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ കോമ്പിനേഷൻ. നിങ്ങൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ്: ഏത് പ്രോഡക്റ്റ് ആണ് ഏത് മാർക്കറ്റിൽ കൂടുതൽ വാല്യൂ ഉള്ളത്? ആ വിടവിൽ എനിക്ക് ഒരു പാലമാകാൻ സാധിക്കും. ഫസ്റ്റ് ഹോമിന്റെ ബിസിനസ് മോഡൽ നോക്കൂ. അവർക്ക് സ്വന്തമായി ഒരു മീൻപിടുത്ത ബോട്ടില്ല, സ്വന്തമായി മീനില്ല, വലയുമില്ല. കാര്യങ്ങളെ വികാരമില്ലാതെ നോക്കിക്കാണാൻ പഠിക്കുന്നു. ഇത് എന്റേതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൂരെ മാറി ഇതിനെ കാണാൻ പഠിക്കണം. പിന്നെ നിങ്ങളുടെ വൈ, എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിന്റെ കാരണം, നിങ്ങൾ വൈ കണ്ടെത്തണം. കാരണമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിലെ ഓരോ സ്റ്റെപ്പും ഓരോ ലെയറുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസിന്റെ തറക്കല്ല് ബലമില്ലാതായി പോകും. നമ്മൾ പറയുന്ന ഓരോ വരിയും നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ക്ഷണമാണ്.